നമ്മളിപ്പോൾ ഐഫോണിൻ്റെ കേസിൽ ആൻഡ്രോയിഡിൽ ഇപ്പോൾ ഓപ്പോ ഇതല്ല വരുന്ന മോഡൽ. ചില ഓപ്പോൻ്റെ കോമൺ കംപ്ലൈൻ്റ് ഉള്ള സെറ്റ് ഉണ്ട്. ഏതാ കോമൺ കംപ്ലൈൻ്റ് ഉള്ള? റിങ്ങർ വർക്ക് ചെയ്യില്ല, സ്പീക്കർ വർക്ക് ചെയ്യില്ല, ഓഡിയോ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ CPU റീബോൾ ചെയ്തിടുമ്പോൾ സാധനം ഓക്കെ. അല്ലെങ്കിൽ ടച്ച് വർക്ക് ചെയ്യാതെ വരും. അത് CPU റീബോൾ ചെയ്യുമ്പോൾ സാധനം വർക്ക് ചെയ്യും. ശരി. അതേപോലെ ഐഫോണിൽ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഓഡിയോ കംപ്ലൈൻറ്റ്. അപ്പോൾ ഓഡിയോ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഓഡിയോ ഈസി ആണോ കൺഫേം ആയിട്ട് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ കോളാക്കുന്ന സമയത്ത് ഈ സ്പീക്കർ കണ്ട, ഈ സാധനം നമുക്ക് സ്പീക്കറിലോട്ട് മാറ്റാൻ പറ്റും, ഇയർ സ്പീക്കറിലോട്ട് മാറ്റാൻ പറ്റും. ഇത് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 100% കംപ്ലൈൻറ്റ് ഓഡിയോ ഈസിയാണ്. ആദ്യം തന്നെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയോ ഈസി ചെയ്താൽ. മനസ്സിലായാ? റിങ്ങർ മാത്രമേ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓഡിയോ ഐസി പോയിട്ട് കാര്യമില്ല. കാരണം ഓഡിയോ ഐസിന് മുമ്പ് എന്ത് വരുന്നുണ്ട്, ഓഡിയോ PA വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ട സെറ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത്, ഓഡിയോ PA ആണുള്ളത്. അപ്പോൾ ആദ്യം ഒരു സെറ്റ് വരുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ എന്താ, റിങ്ങർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇയർ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ, മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. മൈക്ക് ഉണ്ട്, റിങ്ങർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്. അപ്പോൾ ഓഡിയോ സെക്ഷൻ എന്താണ്, ഓക്കെയാണ്. ഇതേതെങ്കിലും ഒന്നില്ല അപ്പം നമ്മൾ ആ ട്രാക്ക് കുടിച്ചാൽ മതി. മനസ്സിലായോ? ഓഡിയോ ഐസിയിലോട്ട് ഡയറക്റ്റ് പോകാണ്ട് തന്നെ നമ്മൾ ആ ട്രാക്ക് പിടിക്കും. ഇപ്പോൾ റിങ്ങറിൽ നമ്മൾ കിട്ടിയ കംപ്ലൈൻറ്റ് എന്താ, എക്സസിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാം. ഇയർ സ്പീക്കർ അല്ല, റിങ്ങർ വർക്കിംഗ് അല്ല. റിങ്ങർ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ചിലപ്പോൾ എന്തായിരിക്കും, അത് മാത്രമേ വർക്കില്ല. അപ്പോൾ ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും മൈക്ക് ചെക്ക് ചെയ്യണോ, ഇയർ സ്പീക്കർ ചെക്ക് ചെയ്യണം. പിന്നെ വേറെ ചെക്കിംഗ് മെത്തേഡ് ഉണ്ട്, വോയിസ് മെമ്മോയിൽ പോവാ. ഇതിൽ റെക്കോർഡിങ് സ്റ്റാർട്ടിങ് ഉണ്ടോ നോക്കാം. ഈ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ഇത് എന്തിൻ്റെ കംപ്ലൈൻറ്റാ, ഓഡിയോ ഐസിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഓഡിയോ ഐസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി അതാണ്. ഒന്ന്, കോളാക്കിയിട്ട് ലൗഡിലോട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഐഫോണിൽ നോക്കുക. രണ്ടാമത് റെക്കോർഡിങ്ങിൽ പോയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ആകുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് രണ്ടും നടക്കുന്നുണ്ടെങ്കിൽ ഓഡിയോ ഐസി എന്താണ്, വർക്കിംഗ് ആണ്. ആ സെക്ഷൻ മാത്രമേ നോക്കിയാൽ മതി. ഇപ്പോൾ റിങ്ങർ വർക്കാതെ റിങ്ങർ മാത്രം നോക്കിയാൽ മതി, സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സ്പീക്കർ മാത്രം നോക്കിയാൽ മതി. മനസ്സിലായാ? റിങ്ങറിന് ഈ സെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. റിങ്ങർ എന്ന് പറയുന്നുള്ളത് ആദ്യം റിങ്ങർ, അത് കഴിഞ്ഞിട്ട് കണക്ടർ, അത് കഴിഞ്ഞിട്ട് അതിൽ നേരെ പോകുന്ന ഓഡിയോ PA ഇവിടെ പോകുന്നത് PA ഓഡിയോ ഐസിയിലോട്ട് പോകുന്നത്. ഓഡിയോ ഐസിനാണ് പിന്നെ ഇവിടെ പോകുന്നത് CPU-ലോട്ട് പോകുന്നത്. ഇപ്പം നമ്മളെ സെറ്റിലുള്ള കംപ്ലൈൻറ്റ് എന്താ, റിങ്ങർ വർക്ക് ചെയ്യാത്ത കംപ്ലൈൻ്റ് ആണ്. റിങ്ങറിന് GR ഓക്കെയാണ്. GR ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെക്ക് ചെയ്ത് എന്താ, വോൾട്ടേജ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. വോൾട്ടേജ് ചെക്ക് ചെയ്യണം എന്തൊക്കെയാണ്, നമ്മൾ ആദ്യം ഓഡിയോ പ്ലേ ചെയ്യണം. ഒന്നല്ല യൂട്യൂബ് പ്ലേ ചെയ്ത് നോക്കുക, ഏതെങ്കിലും ഒരു സാധനം എന്ത് ചെയ്യുക, സെറ്റ് ഓൺ ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കിയിട്ട് അടവ് എന്ത് വരുന്നുണ്ടാന്ന് നോക്കിയാൽ മതി. വോൾട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞ് 2.85 വോൾട്ടേജ് ആണ് റിങ്ങറിൻ്റെ സെക്ഷനിലോട്ട് വരുന്നത്. അത് വരുന്നുണ്ടോ ഇല്ലേ നോക്കുക. 2.85 വോൾട്ടേജ്. അപ്പോൾ ഞാൻ എൻ്റെ കേസിൽ ഞാനിത് ചെക്ക് ചെയ്യാറില്ല. കാരണം എന്താ, ആദ്യം GR ഒക്കെ ചെയ്യും. GR ഓക്കെ ആണെങ്കിൽ പിന്നെ വെറുതെ വെച്ച് ആ സമയം കളയുന്ന നേരെ പോവും. ഏത് IC-ലോട്ടാണോ പോകുന്നത് IC റിമൂവ് ചെയ്യും, അതിൻ്റെ പാഡ് വാല്യൂ ചെക്ക് ചെയ്യും. പാഡ് വാല്യൂ ചെക്ക് ചെയ്തതിന് ശേഷം നേരെ എന്ത് ചെയ്യും, പാഡ് വാല്യൂ ഓക്കെ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ IC അത് തന്നെ റീബോൾ ചെയ്തിടും, അല്ലെങ്കിൽ IC മാറ്റിയിടും. ഇത് ചെയ്യലോടുകൂടി ആ പ്രശ്നം എന്തായിട്ട് നമുക്ക് സോൾവ് ആയി കിട്ടും. എന്നിട്ട് റെഡി ആയില്ലാണോ മാത്രമേ ഡീപ്പ് ലെവലിൽ ചെക്ക് ചെയ്യുക. കാരണം നമുക്ക് ആദ്യം വരുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ഇയർ സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റിൽ അല്ലെങ്കിൽ റിങ്ങറിൻ്റെ കംപ്ലൈൻറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഓഡിയോ PA കംപ്ലൈൻറ്റാണ്. അത് റീബോളയിലോടുകൂടി അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യലോടുകൂടി ആ പ്രശ്നം സോൾവ് ആകുന്നുണ്ട്. അതായില്ലാന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, മാനുവലി നമ്മൾ ചെയ്യുന്ന പോലെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി, 1 by 1 ആയിട്ട്. ചെറിയ കാര്യം കുറേ സമയം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത സെറ്റ് ഏതാ സെറ്റ്, ഇന്നലെ 13 ചെയ്തതിൽ DC-യിൽ നോക്കാണ്ട് മാനുവൽ ചെക്ക് ചെയ്ത് എത്ര സമയം എടുക്കട്ടായിരുന്നു? ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കട്ടായിരുന്നു അല്ല. നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തത്? ആകെ 5 മിനിറ്റ് കൊണ്ട് കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് കൊണ്ട് അവസാനം ചെയ്യാനും പറ്റി. അതിൻ്റെ കാരണം എന്താ, നമ്മൾ ആ റൂട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ്. അല്ലാണ്ട് നമ്മൾ ആദ്യം എന്താണോ ചെയ്യേണ്ടത് അതേപോലെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ റിങ്ങർ കംപ്ലൈൻറ്റ് പറയുമ്പോൾ റിങ്ങർ മാറ്റി നോക്കാം. റിങ്ങർ കംപ്ലൈൻറ്റ് ആവാണ്ട് ഇപ്പോൾ നേരെ ഒരു ബോർഡിൽ വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഈ ഒരു ബോർഡ് വേറൊരു ഫോണിലോട്ട് ഇട്ടിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തില്ല, റിങ്ങറില്ല. ബോർഡ് മാത്രം മാറ്റിയോ, കാരണം എന്തെല്ലാം എല്ലാം മാറിയില്ലേ. ബോർഡ് മാറ്റുമ്പോൾ അതിൽ റിങ്ങറെല്ലാം മാറിയില്ല, സ്ട്രിപ്പെല്ലാം മാറി. മറ്റതിൽ വർക്കിംഗ് ആണ്, ഇതിൽ വർക്കിംഗ് ഇല്ല. ഈ ബോർഡ് ഇടുമ്പോൾ
വർക്കിംഗ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ GR ഓക്കെ ആണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഈ ബോർഡ് സെപ്പറേറ്റ് ചെയ്യുക. ഇത് എന്ത് ബോർഡാണ്? സാൻഡ്വിച്ച് ബോർഡാണ്. ഇത് സെപ്പറേറ്റ് ചെയ്യുക. ഈ ബോർഡിൽ ആഡ് ചെയ്യണം IC ഉള്ളതിനുള്ളത് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് മേലുള്ള വശം ഇവിടെ നാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ നേരെ ഉള്ളിലാണ് ഈ സാധനം വരുന്നത്, അതിലാണ് AC വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ PA 2 ഉണ്ട്. ഒരു PA മാത്രമല്ല ഇവിടെ 2 PA ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ PA വീടിന്ന് കൊടുത്തിട്ടാൻ വന്ന PA നോക്കിയാൽ ഈ PA ആണ്. ഇതേപോലത്തെ ഒരു PA കൂടി ഇപ്പുറത്തുണ്ട്. റിങ്ങർ ആണെങ്കിൽ ഇത്, ഇയർ സ്പീക്കർ ആണെങ്കിൽ ഇത്, ARC ആണെങ്കിൽ ഇത്. ഇതല്ലാണ്ട് ഫോണിൻ്റെ ഓഡിയോ IC എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് IC ഉണ്ട്. അതല്ലാണ്ട് സെപ്പറേറ്റ് ഒരു CPU കൂടിയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് ട്രേസ് ഔട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്ന് GR ഓക്കെയാണ്, വോൾട്ടേജ് ചെക്കാൻ നിൽക്കത്തില്ല, നമുക്ക് ഉറപ്പല്ല. GR ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത വോൾട്ടേജ് മിസ്സായതുകൊണ്ടല്ലേ ഈ സാധനം വർക്ക് ചെയ്യാതെ. റിങ്ങർ ഓൾറെഡി നമ്മൾ മാറ്റി നോക്കി, എന്നിട്ട് സെയിം ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താ, നേരെ പോവുക, ഈ IC റീപ്ലേസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ IC റിമൂവ് ബാഡ് വാല്യൂ വയ്ക്കുക. ബാഡ് വാല്യൂ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ICനെ തിരിച്ചിടുക, അല്ലെങ്കിൽ IC മാറ്റിയിട്ടാൽ മതി. റീബോൾ എന്നതിനേക്കാളും നല്ലത് വേറെ ബോർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വേറെ ബോർഡിൽ IC എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ പിന്നെ ആയില്ലാണ്ട് വീണ്ടും പൊക്കേണ്ടി വരും. അപ്പോൾ ഡബിൾ പണിയാണ്. മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് ബോർഡ് സെപ്പറേറ്റ് ചെയ്യുക. എത്ര റേറ്റ് വന്നാൽ ഇവിടെ കൂടുന്നതാണ്. 200 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 89, 94, 95 ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. ഒരു 160 അതാകുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ താഴെ വെക്കുക, ആ സ്പോട്ടിൽ തന്നെ അത് ഓഫ് ചെയ്യാം. മനസ്സിലായോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഇടുന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് പുറത്ത് വെക്കാം. കാരണം അവിടെ ഈറ്റുള്ളത് കൊണ്ട് വെച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത് റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഉണ്ടോ, ലീക്കേജ് ഉണ്ടാവും ചെക്ക് ചെയ്തോ. കാരണം ഇത് CPU കണക്റ്റ് അടുത്ത പോയിൻ്റ് ആയിട്ടുള്ള സാധനം. അവിടെ നിന്ന് ഒരു കപ്പാസിറ്റർ എല്ലാം റിമൂവ് ചെയ്ത പോലെ ഉണ്ട് ഇല്ലേ? നോക്കിയാൽ അവിടെ ഒരു കപ്പാസിറ്റർ ഇല്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ റിമൂവ് ആയിട്ടാണ് ഉള്ളത്, അതില്ല ബോർഡിൽ. അപ്പോൾ അതുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സ്റ്റിമാറ്റിക്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതുണ്ടോ ഇല്ലതാണോ എന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അതുള്ളതാണല്ലോ. 4.2F ഉള്ളതും 16 വോൾട്ടേജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റർ ആ ബോർഡിൽ വേണം. അതില്ല, റിമൂവ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ബോർഡ് ഓൾറെഡി സർവീസ് ചെയ്തിട്ട് വന്നൊരു ബോർഡാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഷോർട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഓണാക്കാണ് ഒന്നുമില്ല, ജസ്റ്റ് GR മാത്രം, ബോർഡ് മാത്രം. ബോർഡിൽ ആ ചുറ്റുമുള്ള കപ്പാസിറ്റർസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ സൈഡ് ഓയിൽ, ഈ സൈഡ് ഓയിൽ. പക്ഷേ ഈ സൈഡ് GR വാല്യൂയിൽ കാണിക്കുന്നത് വേടാ. GR ഉണ്ട്, ഇപ്പുറത്തും GR ഉണ്ട്, ഇതിലും GR ഉണ്ട്, ഇതിലും GR ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറം കാണിക്കുന്ന GR ഒന്ന് ഈ സൈഡിൽ നിന്ന് കണക്റ്റഡ് ആയ പോയിന്റ് ഇപ്പോൾ സീരിയസ് ആയിട്ട് വെച്ചിട്ടുള്ള കപ്പാസിറ്ററാണ്. കാരണം ഇതെന്തല്ല ഗ്രൗണ്ട് ആയിട്ടുള്ള കണക്റ്റ് ആയിട്ടുള്ള ഇതല്ല, കപ്പാസിറ്റർ അല്ല. അതുകൊണ്ട് എന്തായാലും ഈ കപ്പാസിറ്റർ ബോർഡിൽ നിർബന്ധമാണ് കേട്ടോ. അതിൻ്റെ 2 GR ഓക്കെയാണ്. ബാക്കിയുള്ള ട്രാക്കിലൊന്നും ഷോർട്ടൊന്നുമില്ല.
ഓക്കെ, ഇവിടെ ഷോർട്ടൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റി റിമൂവ് ഉണ്ട്. പിന്നെ ഇത് സി പി യുവിൻ്റെ തൊട്ടടുത്തുള്ളതാണ്, കാണുന്നില്ലേ? സി പി യോട് ടച്ച് ആയിട്ടാണ് ഈ സാധനം ഉള്ളത്. കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സി പി യും കൂടി റീബോൾ ചെയ്തിടേണ്ടി വരും. ചെറിയ പണിക്ക് പകരം നമ്മൾ വലിയ പണി എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക, കെയർഫുള്ളായി ചെയ്യുക. ഒന്നല്ല നമ്മൾ സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാൻ നോക്കാം. സോൾഡറിങ് ആണ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ അറിയോ? ഇല്ല, ഇപ്പോൾ കാണിച്ചു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിഞ്ഞാന്ന് കാണിച്ച പോലെ ഹീറ്റ് കൂടുതൽ ഇട്ടിട്ട് സ്പോട്ടിൽ തട്ടി കൊടുക്കുക. കുറേ സമയം എന്ത് ചെയ്യാൻ പാടില്ല, ഹീറ്റ് കിട്ടാതെ പോലെ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്ന പോലെ ചെയ്യുക. അതല്ലാണ്ടെങ്കിൽ സോൾഡറിങ് ആണെങ്കിൽ ചെയ്യാം. രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഗ്ലൂ ഉണ്ട് കേട്ടോ. ഗ്ലൂ കട്ട് ചെയ്യണം ആദ്യം. ഗ്ലൂ കാണുന്നുണ്ടോ? രണ്ട് സൈഡും ഗ്ലൂ ഉണ്ട്. ഈ സൈഡും ഉണ്ട്, ഈ സൈഡ് 4 സൈഡും ഗ്ലൂ ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂ കട്ട് ചെയ്യലാണ്. അത്യാവശ്യം ഫ്ലെക്സ് ഇടാം. എങ്ങനെയാണ് കാണിച്ചായിരുന്നേ പറഞ്ഞു. ഫാസ്റ്റായിട്ട് പൊക്കണം, പൊടിച്ച് കാണിച്ചു തരുന്ന സോൾഡറിങ് ആണ്. അതെ, സോൾഡറിങ് ആണ്. സോൾഡറിങ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്ക് എടുക്കാം. ആദ്യം വിക്ക് ഐസിൻ്റെ ലെവലിൽ കട്ട് ചെയ്യാം. ഉണ്ടല്ലേ? ഈ ഒരു ലെവൽ കറക്റ്റ് ലെവൽ വെച്ചിട്ട് 2 മടക്ക് മടക്കിയിട്ട് കട്ട് ചെയ്യാം. കട്ട്. ഓക്കെ, കാണുന്നുണ്ടോ? സോൾഡറിങ് ആണ്. 500 ഹീറ്റ് സെറ്റ് ചെയ്യണം കേട്ടോ. 500. Yeah. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ലഡ്ഡു പിടിപ്പിക്കാം കേട്ടോ. അഞ്ഞൂറ് ഹീറ്റ് സെറ്റ് ചെയ്യാം. ബ്ലേഡ് കേട്ടോ. ബ്ലേഡ് ഇത് കറക്റ്റ് അതിൻ്റെ മേലെ വെക്കുക.
ഉണ്ടാ പ്രിൻ്റ് പോയിനാ യെസ് ആ പ്രിൻ്റ് പോയിട്ടുണ്ടോ ഇല്ല. അപ്പോൾ നമ്മളെ സി പി യു അങ്ങനെ സി പി യുവിനല്ല, നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഈറ്റടിക്കുന്നതിനേക്കാളും നല്ലത് സോൾഡർ കാണിച്ച് പൊക്കിയെടുത്താൽ മതി കേട്ടോ. അത് റീബോൾ ചെയ്തിടാം. പക്ഷെ എന്തായാലും നമ്മളത് ഇടുന്നില്ല, കാരണം കംപ്ലൈൻ്റ് അല്ല. ആദ്യം പൊക്കണ്ട, വേറെ ബോർഡിൽ നിന്നൊന്നും എടുത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഐസി പൊക്കി അതിന് ക്ലീൻ ചെയ്യല കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ക്ലീൻ ചെയ്യുക. അതേ ഐസി വെക്കുന്നില്ല, അതേ ഐസി തന്നെ വെക്കാം. ഞാൻ വെക്കുന്നില്ല. ഇത് ചെയ്യുമ്പോൾ 138 PPD അപ്ലൈ ചെയ്യാം കേട്ടോ. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ 138 PPD അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് വെക്കാനുള്ള 2 കപ്പാസിറ്റർ സെറ്റ് ചെയ്യണം. ഇന്നലെ ചെക്ക് ചെയ്ത ഓർമ്മ ഉണ്ടാ ഉണ്ടാ ബാ ബാ ഇല്ല ബാ. ആ 2 കപ്പാസിൻ്റെ വാല്യൂ എത്രയാണ് നോക്കിയിട്ട് കണ്ടുപിടിച്ച അതിൽ സ്റ്റിമാറ്റിക്കിൽ. ഇപ്പുറത്തടി, ഇപ്പുറത്തെ സൈഡ് അടിക്കടാ. ക്ലിക്ക് ചെയ്. ആ സൂം ചെയ്. ആ ആ വോൾട്ടേജ് 16 വോൾട്ടേജ്. അത് iPhone 7 ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് 7+ ബോർഡ് എടുത്തിട്ട് കാണിച്ചു തന്നാൽ ഇടയിൽ അതിനുള്ള. Qualcomm. എടാ എടാ ആ ഓക്കെ.